നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ സമാധാനിപ്പിക്കാൻ നുണ പറയുന്നതല്ലേ? എനിക്കറിയാം. ഇല്ല മാഡം, ഒരേ ഒരു കാര്യം ഒഴിച്ച് ഞാൻ ഇതുവരെ മാഡത്തോട് നുണ പറഞ്ഞിട്ടില്ല. അതെന്ത് കാര്യ? രാജു, മറ്റാർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നിനക്ക് വേണ്ടി ഞാൻ വരാം. ചെല്ല. ചേച്ചി കരയാതെ. ഇല്ലപ്പോ തെറ്റെന്റേതാ. ഞാൻ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു, മോഹിക്കാൻ പാടില്ലായിരുന്നു. അച്ഛനെന്റെ പിറന്നാൾ ആഘോഷിക്കുമെന്ന് ആഗ്രഹിച്ച് എല്ലാ പിറന്നാൾ ദിവസവും വരുന്നത് നോക്കി ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു തവണ പോലും ഈ വീട്ടിൽ എന്റെ പിറന്നാളിനെ കുറിച്ച് ആരും ഒരു അക്ഷരം പോലും മിണ്ടാറില്ല. ആദ്യമായിട്ട് ഈ വർഷം അച്ഛൻ എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാണെന്ന് ഞാൻ കേട്ടപ്പോ ഒരുപാട് ഞാൻ സന്തോഷിച്ചു, പ്രതീക്ഷിച്ചു. പക്ഷെ അവസാനം പിറന്നാൾ ആഘോഷിക്കേണ്ട സമയത്തിന് തൊട്ട് മുൻപ് അച്ഛൻ തന്നെ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയി. എന്റെ അച്ഛന്റെ കൂടെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഈ ജന്മം എനിക്ക് ഉണ്ടാവില്ല. വിഷമിക്കല്ലേ ചേച്ചി, ഒന്നും വല്യച്ഛൻ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്യച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ ആ അംബിക അമ്മായി ആ ദീപക്കേട്ടൻ നടത്തി കളിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ചേച്ചി ചെറുതായിട്ട് സന്തോഷിക്കുന്നത് പോലും അവർക്ക് കണ്ടാ സഹിക്കില്ല. അപ്പൊ തുടങ്ങും രണ്ടെണ്ണത്തിന് കണ്ണുകടി. അല്ല ഋതിക മാഡം എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പിന്നെ എവിടെ ഇരിക്കാനാ? ഇവിടെ നിന്ന് ഇങ്ങനെ കരയാതെ മാഡം താഴേക്ക് ഇറങ്ങി വന്നേ. എന്തിന്? അവിടെ വന്നിരിക്കുന്നവരുടെയൊക്കെ സാധാപം കാണാനോ? അല്ല മാഡം, അവിടെ കേക്ക് കട്ട് ചെയ്യാൻ. കേക്ക് കട്ട് ചെയ്യാനോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പോയില്ലേ അച്ഛൻ? ആ ദേഷ്യമൊക്കെ വർമ്മ സാറിന് മാറി. ബർത്ത്ഡേ ആഘോഷിക്കാൻ താഴേക്ക് വരാന്ന് എനിക്ക് വാക്കും തന്നു. അച്ഛൻ സമ്മതിച്ചോ? അതൊക്കെ വർമ്മ സാറിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചെന്നേ. സത്യാണോ രാജുവേട്ടാ? ആണെന്നേ, സത്യം. രാജു വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ നുണ പറയുന്നതല്ലേ? എനിക്കറിയാം. ഇല്ല മാഡം, ഒരേ ഒരു കാര്യം ഒഴിച്ച് ഞാൻ ഇതുവരെ മാഡത്തോട് നുണ പറഞ്ഞിട്ടില്ല. അതെന്ത് കാര്യം? അതാണ് ഇപ്പൊ വലിയ കാര്യം. മാഡം വന്നേ, വർമ്മ സാർ ഇപ്പൊ താഴേക്ക് വരും. മാഡം വാ. ചേച്ചിക്ക് ചിരി വന്നു. ചേച്ചി ചിരിച്ചു. ഋതിക മാഡത്തിനെ കാണുമ്പോ ഒരു കൊച്ചു കുഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നു. ആണോ? ഞാൻ ജനിച്ച ദിവസമല്ലേ ഇന്ന്? ചെലപ്പോ അതായിരിക്കും. ചേച്ചി ഫുൾ ഹാപ്പി ആയല്ലോ. ഞാനിത് അമ്മയോട് പറയട്ടെ. താങ്ക്സ് രാജു. എനിക്ക് മനസ്സിലായി, രാജു നിർബന്ധിച്ചിട്ടായിരിക്കും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചത് അല്ലേ? ഋതിക മാഡത്തിന്റെ മനസ്സ് വിഷമിക്കാൻ ഈ രാജു സമ്മതിക്കും. മാഡം റൂമിൽ വന്ന് കരയാണെന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ടാ ഞാൻ ആദ്യം വർമ്മ സാറിന്റെ പിന്നാലെ പോയത്. ചെന്നപ്പോ വർമ്മ സാറ് ഭയങ്കര ദേഷ്യത്തില്. പിന്നെ ഒരു വിധത്തില് പറഞ്ഞ് വർമ്മ സാറ് അവസാനം സമ്മതിച്ചു. അങ്ങനെ ആ അത്ഭുതവും സംഭവിക്കാൻ പോകുന്നു.
എന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായ ഞാൻ ഈ മുറിയിലേക്ക് കയറി വന്നത്. ഇപ്പോ സമാധാനായി, ഹാപ്പിയായി. എല്ലാ ക്രെഡിറ്റും രാജുവിന് മാത്രം. മാഡം പറഞ്ഞില്ലേ ബർത്ത്ഡേ ആഘോഷം മാഡത്തിന് അത്ഭുതമാണെന്ന്. അതുപോലെ മറ്റ് ചില അത്ഭുതങ്ങളും ഇന്ന് സംഭവിച്ചേക്കാം. എന്ത് സംഭവിച്ചാലും മാഡം ഡിസപ്പോയിന്റ് ആവരുത്. രാജു ഇതെന്തൊക്കെയാ പറയുന്നേ? മാഡം എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ നല്ലതിനാണെന്ന് മാത്രം മാഡം ചിന്തിച്ചാൽ മതി. പരീക്ഷയാണ്, നന്നായിട്ട് ആലോചിച്ച് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് കാണുമ്പോ കൺഫ്യൂഷൻ വരും. അതാണോ ശരി, ഇതാണോ ശരി? അപ്പോ സമാധാനത്തോടെ ആലോചിക്കണം. അപ്പോ ഉത്തരം കിട്ടും. അതായത് പല ടെൻഷനും വരും പരീക്ഷ എഴുതുമ്പോ. ആ സമയത്ത് നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കണം. ദേ ഇങ്ങനെ. എന്നിട്ട് പഠിച്ചതൊക്കെ സമയെടുത്ത് ആലോചിക്കണം. പേടിയേ പാടില്ല. രാജു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ. ഇന്നിങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ. മാഡം ഞാൻ ഇപ്പോ പറയുന്നത് മാത്രം കേക്ക്. ഞാൻ മാഡത്തിന് നല്ലത് വരുന്നത് മാത്രമേ ചിന്തിക്കുള്ളൂന്ന് മാഡത്തിന് അറിയാലോ. മാഡത്തിനോട് ദേഷ്യമാണെങ്കിലും വർമ്മ സാറും മാഡത്തിന്റെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാഡത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കും. അപ്പോ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നാണോ രാജു പറഞ്ഞു വരുന്നത്? ഏയ് അല്ലല്ല, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഓ, രാജു കാഷ്വലായി ഒരു ഉപദേശം തരാൻ ശ്രമിക്കുകയാണല്ലേ? ഞാനോർത്തു താഴേക്ക് വന്നു കഴിഞ്ഞാ വേറെ ഏതോ പ്രോബ്ലം ഉണ്ടെന്ന്. ഒരു മിനിറ്റ്, ഞാനത് റെഡി ആയിക്കോട്ടെ. അതരുതിക മാഡം, ഒരിക്കലും മാഡം ആഗ്രഹിക്കാത്ത കാര്യമാ ഇന്ന് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. എല്ലാം ഫേസ് ചെയ്യാനുള്ള മനഃശക്തി ദൈവം മാഡത്തിന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനാവില്ല. ഋതിക മാഡത്തിന്റെ ആഗ്രഹത്തിനൊത്ത് ഇതുവരെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ നിസ്സഹായനാ. രാജു, ഞാൻ റെഡിയാ. അച്ഛൻ എത്തുന്നതിന് മുൻപ് ഞാൻ താഴെ എത്തണം, അതല്ലേ മര്യാദ? നോക്കി നിൽക്കാതെ വന്നേ, ഒന്ന് വന്നേ രാജു. ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുവോ ഇല്ലേ എന്നുള്ള അവിടെ നിൽക്കട്ടെ. എൻഗേജ്മെന്റ് നടക്കുവോ? ശേ, അല്ല, എല്ലാം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടും ഈ പ്രതാപൻ ഇതുവരെ ഒന്നും മറക്കാൻ കഴിയാത്തത് ഭയങ്കരം തന്നെ. പത്മാവതിയെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അവൻ പ്രണയിച്ചതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.